ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഡിന്നർ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം അങ്ങ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുന്നവരോട് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ അറിയാമേ. ബട്ട് നമുക്കിവിടെ ക്യാൻറ്റീൻ അവൈലബിൾ ആയതുകൊണ്ട് അവിടെ നിന്നാണ് ഫുഡെല്ലാം കഴിക്കുന്നത്. ഇവിടെ കിച്ചണും മറ്റ് ഫെസിലിറ്റീസും എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ അതിനൊന്നും മെനക്കെടാറില്ല. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സ്നാക്സ് ചെയ്യണമെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്ന് ലോണ്ടറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരുപാട് ഡ്രസ്സ് ഉണ്ട് ഇന്ന് മടക്കി വെക്കാനായിട്ട്. ഇപ്രാവശ്യം വാഷിംഗ് കഴിഞ്ഞ് നേരെ എടുത്തുകൊണ്ട് പോകുന്നു, അയണിങ് പോലും ചെയ്തിട്ടില്ല. സാധാരണ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് സൺഡേ ഈവനിങ്ങിലാണ്. ഇപ്രാവശ്യം സൺഡേ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് എല്ലാം നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ എല്ലാ പണികളും ചെയ്ത് കുട്ടികളെ എല്ലാം നോക്കി ജോലിക്ക് പോകുന്ന വർക്കിംഗ് വുമൻസിനെ സത്യത്തിൽ സമ്മതിക്കണം. അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? സത്യത്തിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഈ കമ്പാനിയൻഷിപ്പ്, സപ്പോർട്ട് അതുപോലൊക്കെയുള്ള വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തേരെ. സത്യത്തിൽ നമുക്കിവിടെ അങ്ങനെ ചെയ്യാനായിട്ടുള്ള വലിയ ജോലികളൊന്നുമില്ല. ക്ലീനിങ് സ്റ്റാഫ് വരും, അവർ ദിവസവും വന്ന് നമുക്ക് ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി തരും. 2-3 പ്രാവശ്യം വന്ന് നമ്മുടെ ടോയ്ലറ്റും എല്ലാം ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ ചെറിയ ചെറിയ ജോലികൾ മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. സത്യത്തിൽ ചില സമയത്ത് ചെയ്യുമ്പോൾ അതുപോലും നമുക്ക് മടിയായിട്ട് അങ്ങ് പെൻഡിങ്ങിൽ വെക്കും. അങ്ങനെ ഒരു ജമ്മട് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം മടക്കി റെഡിയാക്കി നമ്മൾ കബോർഡിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ആഴ്ചത്തേക്കിന് ഈ വക പരിപാടികളൊന്നുമില്ല. പിന്നെ ബെഡെല്ലാം ഒന്ന് വിരിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ടേബിളൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വൃത്തിയാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പരിപാടികളെല്ലാം വേഗം വേഗം കഴിഞ്ഞു. അപ്പോഴത്തേക്കിനും ഒരുപാട് ടൈമായി. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് കുളിച്ചേക്കാം, ഫ്രഷ് ആയേക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഉറക്കണം. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനിലാണേ. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.